സോ ഹലോ ഗായ്സ്, എല്ലാം കൂടെ നിഞ്ച സീൻ അടുത്തൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ദിവസം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേയുടെ അടുത്തൊരു വീഡിയോ ഡിയസ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ദിവസം നമുക്കൊരു ബ്രീഡർ സെറ്റാക്കണം ഗൈസ്. ഒക്കെ അപ്പം ബെഡ്റോക്കിൻ്റെ ബ്രീഡർ നമുക്ക് എങ്ങനെ സെറ്റാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കേസ്. എന്നാലും എനിക്ക് അറിയാവുന്ന പോലെ നമുക്ക് ചെയ്യാം കേസ്. ഈ ഒരു വില്ലേജ് എന്ന് പറയുകയാണെങ്കിൽ ശാന്തസുന്ദരമായിട്ടൊരു കിടിലൻ വില്ലേജാണ് കേസ് ഇതൊക്കെ. ഇത് നമ്മുടെ ഇവിടെ കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പിന്നെ ഇവിടെ ഭംഗിയായിട്ടുള്ളൊരു വില്ലേജാണ് കേസ് ഇതൊക്കെ. അപ്പം നമുക്ക് ഇവിടെ ഒരു ബ്രീഡർ പണിയാം കേസൊക്കെ. ബെഡ്റൂക്ക് ബ്രീഡറിന് ക്യാരറ്റാണോ അതോ പൊട്ടാറ്റോ ആണോ വെക്കുന്നത് എനിക്ക് അറിയത്തില്ല ഗീസ്. ഞാൻ ജാമയ്ക്കകത്ത് ക്യാരറ്റാണ് ഗീസ് വെക്കുന്നത് ഗീസൊക്കെ. ഇതിനകത്ത് നമുക്ക് ക്യാരറ്റ് വെച്ച് നോക്കാം, എനിക്ക് അറിയത്തില്ല. സോ നമുക്ക് പോയിട്ട് ശവം ഉണ്ടാക്കണം ഗീസൊക്കെ. ഞാൻ എടുത്ത വീടായിരുന്നു, ഞാനിവിടെ ഒരു വീടെടുത്തായിരുന്നു ഗീസ്. ഏത് വീടായിരുന്നു? ഈ വീടാണ്. അതെ ഗീസ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറയുക, കുറച്ച് കോപ്പർ കുക്ക് ചെയ്യണം ഗീസൊക്കെ. കുറച്ച് എന്നുവെച്ചാൽ നമുക്ക് ശകലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഗീസൊക്കെ. അപ്പോൾ കുറച്ച് കോപ്പർ കുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കാനുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാം ഗീസ്. ഇവിടെ ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ടാക്കുമെന്ന് ഞാൻ ഇപ്പം നോക്കുന്നു ഗീസ്. ഇവേട്ടം ഉണ്ടാക്കിയല്ലോ ഗീസ്. ഇവായിട്ടൊരു ബ്രീഡർ നമുക്ക് സെറ്റാക്കാം. ഈ ഒരു ഏരിയ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ഈ ഏരിയയിൽ നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കാം. ആവശ്യമില്ലല്ലേ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ ഏരിയയിൽ നമുക്ക് ഒരു ബ്രീഡർ ഉണ്ടാക്കാം ഗീസ്. എൻ്റെ ആക്സും ഇല്ല, ഒരു ആക്സും ഉണ്ടാക്കി ഒരു ഷവലും ഉണ്ടാക്കാം ഗീസ്. അത് നമ്മുടെ കോപ്പർ ഇവിടെ ആവുന്നുണ്ട്. ഓക്കെ കറക്റ്റ് ആക്സിനുള്ളതും കിട്ടി. സോ ഒരു ആക്സ്, ഒരു കോപ്പർ ഷവല്, പിന്നെ ഒരു സ്റ്റോണിൻ്റെ ഒരു കോപ്പർ ഹോൾ ഉണ്ടാകും. സെറ്റ്. സോ ഇനി നമുക്കൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം. വാട്ടർ ബക്കറ്റ് ഇവിടെ നമ്മുടെ ഇതില്ല ഗീസ്. അത് നമ്മുടെ മറ്റേ ബ്ലാക്ക് സ്മിത്ത് ഇല്ലേ, അതില്ല ഗീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഇവിടെ നിന്ന് അതുകൊണ്ട് അത്ര നല്ല വില്ലേജാണെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് കായംകുളത്തേക്ക് ഒന്ന് കുറച്ച് അയം കിട്ടി, അതുകൊണ്ട് ഞാൻ നല്ലൊരു കാര്യം. സോ നമുക്ക് ഇവിടെ ബ്രീഡർ ഉണ്ടാക്കുന്ന പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നടുക്കായിട്ടൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 3x3 ഒരു ഫാമിംഗ് ഏരിയ ഉണ്ടാകും യൂസ് ചെയ്യുന്നുണ്ട്. 3, 1, 2 ഇവിടെ അതുപോലെ തന്നെ 2. ഇത് വർക്കിംഗ് ആവുകയില്ല. അതിന് ജാവ ഉണ്ടാക്കിയത് വർക്കിംഗ് ആണ്. ഈ ജാവയും ബെഡ്റോക്കും വേറെ അല്ല, അറിയത്തില്ല. നൈറ്റ് ആയിരുന്നു യൂസ് ചെയ്യില്ല. നമുക്ക് ഇറക്കണം വാങ്ങാം. നൈറ്റ് അധികം നിൽക്കുന്ന കുഴപ്പമില്ല. സോ നമുക്ക് ഉറങ്ങാം. ഞാൻ ജസ്റ്റ് ഏരിയ 4x4 ഏരിയ ആക്കിയിട്ടുണ്ട് യൂസ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലുതാക്കുന്നു. അതിനാണ് ഞാൻ 4x4 ഏരിയ സെറ്റാക്കി. എന്ന് വെച്ചാൽ വില്ലേജ് ബ്രീഡാകാൻ വില്ലേജ് നടക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. ഇതിനാണ് 4x4 ഏരിയ. 5x5 ഏരിയ വീട് ആവശ്യമില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു നനയത്തില്ല. ഇതാണ് 5x5 ബ്ലോക്ക് എടുക്കുന്നത്. നമ്മൾ 4x4 ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫാമിംഗ് ഇതാക്കി എടുക്കുക. ഇത് നമുക്ക് ഇവിടെ ഫെൻസ് വെക്കണോ അതോ എന്നുവെച്ചാൽ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് ഫെൻസ് വെക്കണോ അതോ നമ്മുടെ ഗ്ലാസ് വെക്കണോ? ഫെൻസ് വെക്കണം. വേണം ഗ്ലാസ് തന്നെ വെക്കണം. ഗ്ലാസ് ആകുമ്പോഴേക്കും സേഫ് ആവും. ഗ്ലാസ് ആകുമ്പോൾ പൂർത്തിക്കുന്ന വില്ലേജിന് അറ്റാക്ക് ചെയ്തില്ലല്ലോ. നമ്മുടെ കണക്കിന് നമ്മുടെ ഫെൻസ് ആണെങ്കിൽ നമ്മുടെ സോംബിക്ക് വില്ലേജസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഒരു കമ്പോസ്റ്റ് എടുത്തുണ്ടാക്കാം.
ഇവിടെ ഒരു ഫാമിങ് ഇതുണ്ട് ഉണ്ടായിരുന്നല്ലോ. എവിടെ ഇവിടെ തന്നെ ഒരെണ്ണം മതി. ഒരെണ്ണം മതി. നമുക്കിനി പൊട്ടിച്ചെടുക്കാം. എൻ്റെ ഗ്രൂപ്പ് പോയി ഞാനവനെ അടിച്ചത് അറിയില്ല. സോ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റർ ഉണ്ട്. അയ്യോ അതെ, ഈ ഒരു കമ്പോസ്റ്റർ കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. കമ്പോസ്റ്റർ കൊണ്ട് കമ്പോസ്റ്റ് വെക്കുന്നതിൻ്റെ ഇത് വെച്ച് കൊടുത്ത് വെള്ളം പോയി കുഴപ്പമില്ല. ഇതിൻ്റെ പുറത്ത് വെക്കാം. അതിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു തടി വെക്കാം. നമ്മൾക്ക് തടി വെക്കാൻ പറ്റത്തില്ലേ? പറ്റില്ല. നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് തടി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് ഗ്ലാസ് മേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെറുതെ ഇല്ല. എന്നാലും പോയി ഒരു ഗ്ലാസ് സെറ്റാക്കാൻ കഴിച്ചു. ഗ്ലാസ് ഫാനിൻ്റെ ഒരു ഇതുണ്ടോ? ഇവിടെ ഫാനുണ്ട് ഗീസൊക്കെ. നമുക്ക് ഒരു സ്റ്റാൻഡ് നമുക്ക് എടുക്കാം. സ്റ്റാൻഡല്ല, സോറി സ്റ്റാൻഡ്. നമുക്ക് ഒരു സ്റ്റാൻഡ് അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ. നമുക്ക് ഞാനൊരു സ്റ്റാക്ക് മൈൻഡ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗീസ്, നമ്മൾ ഒരു സ്റ്റാക്ക് സാൻഡ് നമ്മളിത് ഇവിടുന്ന് നമ്മൾ വാരിയിട്ടുണ്ട് ഗീസ്. പിന്നെ നമുക്കിത് കൊണ്ടുപോയിട്ട് എന്താ വെച്ചാൽ ഗ്ലാസ് ആക്കാം നമുക്ക് ഗീസ്. ഇതുകൊണ്ട് നമുക്ക് ചൂടാക്കാം. നമ്മുടെ വില്ലേജസ് ഒന്ന് ജോബ് എടുത്തിട്ടുണ്ട് ഗീസൊക്കെ. സെറ്റ് അപ്പം നമുക്ക് ഒരാളെ എങ്ങനെ അങ്ങോട്ട് കയറ്റണം. നമുക്ക് ബൂട്ട് വെച്ച് മിക്കവാറും കയറ്റേണ്ട വരും ഗീസ്. കോപ്പർ എത്രയും ആയിട്ടുണ്ട് ഗീസ്. നമുക്ക് ഈ സാൻഡ് അതിലേക്ക് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നില്ല. നമ്മൾ ഈ വുഡ് വെച്ചിട്ട് നമുക്കൊരു ട്രാപ്പ് ഡോറും ഉണ്ടാകാം. അല്ല ഇത് നമുക്ക് രണ്ടെണ്ണം ഉണ്ടായി നമ്മൾ. സോ നമുക്ക് വുഡാക്കിയിട്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മതി. ടോട്ടൽ 4 നമ്മുടെ ഇതായിട്ടുണ്ട്. ട്രാപ്പ് ഡോർ ആയിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിലായിട്ട് മാറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സെൻറ്റർ വരും. നമുക്ക് ഇവിടെ രണ്ട് ഫുഡ് വെച്ചിട്ട് നമുക്കൊരു 4 ബ്ലോക്ക് ഹൈറ്റിൽ മണ്ടക്കോട്ട് കൊടുക്കുക. കുറച്ച് ഫുഡ് വെച്ചിട്ട് കുറച്ച് ഫുഡ് വെട്ടാം. കുറച്ച് 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ നമുക്ക് 12 എണ്ണം കൊണ്ടിട്ട് ഒക്കെ സെറ്റാക്കാം. സോറി, 4 ബ്ലോക്ക് വൈറ്റ് വേണം, 3 ബ്ലോക്ക് വൈറ്റ് വേണം. 3 ബ്ലോക്ക് വൈറ്റ് ആണ്. 3 ബ്ലോക്ക് വൈറ്റ് കറക്റ്റാണ്. സോ ഇവിടെ വന്നാൽ എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് അയ്യോ ഇവിടെ വന്നു. ഇവിടുത്തെ കുറച്ച് വീഡിയോ ഇവിടെയാണ് നമ്മൾ ബെഡ് വെക്കുന്നത്. ഇവിടെ നോക്കി ഏരിയ അങ്ങോട്ട് ക്ലിയർ ആക്കാം. ഗ്ലാസ് ആയം നോക്കാം. എത്ര ഗ്ലാസ് ആയം നോക്കാം.
17 വെക്കാം. ഇവിടുന്ന് തുടങ്ങാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടുന്ന് കാണാം 3 ബെഡാണ് ഈ സ്ഥലം. 3 ബെഡ് വെക്കുന്ന സ്ഥലം ഇവിടുന്ന് വന്നു. ഓക്കെ, ഇത് കറക്റ്റ് ചെയ്യും. ഇവിടെ നിന്ന് എത്ര ബ്ലോക്ക് മാറിയിട്ട് ഇവിടെ ആയിട്ട് ഇതായിട്ട് തന്നെ ഇത് കറക്റ്റ് ചെയ്യും. ഇവിടെ ആയിട്ട് നോക്കാം. ഒരു ബ്ലോക്കിനായിട്ടും ആക്കാം. സോമ്പിയെല്ലാം ചാടി പിന്നെ തീർന്നു. ഇവിടെ ഈ ഒരു മലയായതുകൊണ്ട് സോമ്പിക്ക് ചാടാൻ പറ്റും. അയ്യോ, ഒന്നുമില്ലാതാണ് മാറെത്തി. ഇത്ര പെട്ടെന്ന് നൈറ്റ് ആയി. ഇത്ര പെട്ടെന്ന് നൈറ്റ് ആണ്. കേസാണ് നമ്മൾ സെറ്റാക്കിയിരുന്നത്. സോ ഇനി നമുക്ക് ഇവിടെ മൊത്തം ഗ്ലാസ് ഫില്ലായിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഗ്ലാസ് ഫില്ലാക്കട്ടെ മൊത്തം. ഇനി ഈ നൈറ്റ് നമുക്കൊന്ന് സ്കിപ്പാക്കാം. സോ ഫൈനലി ഗേസ് നമ്മളങ്ങനെ നമ്മുടെ ഗ്ലാസ് മൊത്തം വെച്ച് ഫില്ലാക്കിയിട്ടുണ്ട് ഗേസ്. ഇനിയും ഇവിടെ 2 ഗ്ലാസ് അത് ഞാൻ വില്ലേജിനെ കയറ്റാൻ വേണ്ടി പറ്റിയത് ഗേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പക്ഷേ 2 വില്ലേജാണ് നമുക്ക് ഇതിനകത്ത് കയറ്റണം ഗേസ്. ഒരുത്തിനുള്ളിൽ വന്ന് കയറിയിട്ടുണ്ട് ഗേസ്. നമുക്ക് അടുത്തതിനാണ് കയറ്റി വന്നത്. അതിനുള്ള ഗ്ലാസ്സിന് അല്ലെങ്കിൽ വെച്ചാൽ അതിൻ്റെ ഓട്ടോ അടിക്കാനുള്ള ഗ്ലാസ്സിന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ട് ഗേസ്. ഈ 2 വില്ലേജാണ് നമുക്ക് നമുക്ക് 2 ജോബുള്ള വില്ലേജ് നിർത്തി വെക്കാം ഗേസ്. എന്നാലേ ബ്രീഡാകത്തോളം തോന്നി. ഒരു ജാഗ ഉണ്ടാക്കിയാൽ നന്നായിട്ട് ഗേസ്. ഇതിനെ കുറച്ച് അറിയുന്ന. സോ നമ്മൾ 2 കമ്പോസ്റ്റ് വെച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 3 ബെഡ് കൊണ്ടുപോകണം. 3 ബെഡ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് പുതിയ ഷാപ്പർ ഉണ്ടാക്കിക്കൊണ്ട് പറ്റും. ഷാപ്പർ ഉണ്ടാക്കാൻ പറ്റും.
ഇവിടെ കുറച്ച് കാറ്റ് നട്ടിട്ടുണ്ട്. ഇവിടെ വൃത്തികേടാക്കുകയും ഇവിടെ നമുക്ക് ക്യാരറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പൊ തന്നെ ഇതുപോലെ നമുക്കെന്നൊരു ഇപ്പം നമ്മൾ ഈ ഐറ്റം സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ ഏരിയ ക്ലിയർ ആക്കണം. ഉറങ്ങിയിട്ട് നൈറ്റ് ആകട്ടെ. നമുക്ക് രാവിലെ എണീച്ചിട്ട് ആ ഒരു ഏരിയ അങ്ങ് സെറ്റാക്കാം. ഉറങ്ങാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ജീസ്. അത് നമുക്കൊരു ശകലം വന്നത് 2 ശകലം ഉണ്ടാകും. 2 ശകലം സോംബി എന്ന് ചാടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏരിയ ക്ലിയർ ആകും. ഞാൻ വിചാരിക്കുന്നേ നമ്മൾ ഇത്ര സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൺട്രോൾ അയ്യോ നമ്മളിവിടെ ഒരു 3x3 ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വെള്ളം ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയ സ്പൂണാണ് സോംബി സ്ലീപ്പർ. അങ്ങനെ ചെറിയ സ്പൂണാണ്. ഇവിടെ വെള്ളം വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് ബംഗ്ലാദേശ് ഇവിടെ നമ്മൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സെൻറ്ററിന് വെള്ളം കഴിച്ചിരിക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ഏരിയ നമുക്ക് വില്ലേജ് നമുക്ക് എടുക്കാനും വേണ്ടി അത് സെറ്റ് ചെയ്യും. ഇനി നമുക്ക് നമ്മൾ ബെഡിനെ സെറ്റ് ചെയ്ത് നമ്മുടെ ഗ്രേവ് കണ്ടിട്ട് നമ്മൾ ഡ്രൈവ് ഒന്നും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഉണ്ടോ ഡ്രൈവ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യാബ് വരുന്നത് നമുക്ക് വേറെ ഇറങ്ങി പോരുകയാണ്. നമുക്കൊരു 3 ബെഡിനൊക്കെ ഉണ്ടായിരുന്നു. ബെഡാണ് ഈ വില്ലേജ് തന്നെ എടുക്കുന്നത്. സോ ഫസ്റ്റ് ബെഡ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കും. ഇത് കൊണ്ട് നമുക്ക് വെച്ചിട്ട് വരാം.
അങ്ങനെ നമുക്കൊരു 3 ബെഡ് കൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റും. അയ്യോ ഒരു വീട്ടിൽ തന്നെയല്ല. എനിക്കൊന്നും വയ്യ ബെഡ് ഉണ്ടാക്കുക. വില്ലേജ് ഇഷ്ടംപോലെ ബെഡുണ്ട്. നിങ്ങൾ കമൻറ്റിൽ പറയണം ഗൈസ്, ബ്രീഡർ ഇനി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, ഇനി ഉണ്ടാക്കുന്ന വല്ല വ്യത്യാസം ഉണ്ടോ നിങ്ങൾ ഇനി അത് കമൻറ്റിൽ പറയണം ഗൈസ്. എന്നാലേ എനിക്ക് ബെഡ്റോക്കിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഗൈസ്. ഞാനിപ്പോൾ ജാവ ഉണ്ടാക്കിയിരിക്കുന്നൊരു ബ്രീഡറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അതെൻ്റെ സ്വന്തം ഐഡിയ. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയില്ല, എൻ്റെ സ്വന്തം ഐഡിയ. ഞാൻ എടുത്ത് കിണറ്റിപ്പോൾ കിടക്കുന്നു. എന്തുകൂടെ ഇവിടെ കിണറ്റിൽ കിടന്നു. എനിക്കിനും പോയി രക്ഷിക്കാൻ. ഇതിൽ ഏത് കളറായിരുന്നു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ബെഡും കൊണ്ടവിടെ വെക്കാം. ഓക്കെ സെറ്റ്. സോ ടോർച്ച് സേഫ്റ്റി എന്തെങ്കിലും ഒന്ന് പോണായിരിക്കും. സോ നമുക്ക് ബ്രെഡ് നോക്കാൻ ബ്രെഡ് ഉണ്ടാക്കിയില്ലല്ലോ. ഞാൻ ആ ഹേവിയർ മാത്രമേ ബ്രെഡ് ഉണ്ടാക്കിയില്ല. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അവന്മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് ഇട്ട് കൊടുത്താലേ നമ്മൾ ബ്രീഡ് ആകത്തുള്ളൂ. നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കട്ടെ. നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. അത് ബ്രീഡ് വർക്ക് ആയിക്കോളെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസൊക്കെ. സോ നമുക്ക് എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കി നമുക്ക് നാളെ ഒരു വീഡിയോ ഉണ്ടാക്കാം ഗൈസൊക്കെ. എന്ന് വെച്ചാൽ നമുക്കൊരു ബേസ് ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു ബ്രീഡ് നമുക്ക് 3 വില്ലേജസ് ആയിട്ട് നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കാം ഗൈസൊക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത ദിവസം നമുക്കൊരു ബേസ് സെറ്റാക്കാൻ നോക്കാം. ബൈ.